ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോസ്റ്റ് എന്താണെന്നോ, ഇന്നത്തെ തലമുറയിലെല്ലാം മിക്കവാറും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ലിവർ സംബന്ധമായ അസുഖങ്ങളൊക്കെ കൂടുതലാണല്ലേ. കുട്ടികളിലടക്കം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മെയിൻ കാരണം എന്താണെന്നോ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ആ മാറ്റമാണ്. പഴയ തലമുറയിൽ കഴിച്ചിരുന്ന ഫുഡല്ല നമ്മളിപ്പോൾ കഴിക്കുന്നത്. അവരുടെ അത്രയും നമുക്ക് എക്സസൈസ് ഇല്ല. അങ്ങനെ ഒത്തിരിയും അതിൻ്റെ ബേസിക് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ കിഡ്നിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അരിപ്പയാണല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം അരിച്ച് വൃത്തിയാക്കി വേണ്ടതൊക്കെ സ്വീകരിച്ച് അല്ലാത്തത് പുറന്തള്ളി, യൂറിനായിട്ട് പുറന്തള്ളിയാണ് വലിയൊരു പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ആവശ്യമില്ലാത്തതെല്ലാം കഴിക്കുകയും നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് ജോലി ഭാരം കൂടും. അങ്ങനെയാണ് ഈ അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറുതായിട്ടുള്ളൊരു മാറ്റം ഇപ്പോൾ എന്നെ കാണുന്ന അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുത്താൽ ഈ വക അസുഖങ്ങൾ അവർക്ക് ഭാവിയിൽ വരാതിരിക്കും. അതിനാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഉപ്പും പഞ്ചസാരയും അവോയ്ഡ് ചെയ്യാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വളരെ കുറച്ച്, അതായത് ഉപ്പിലിട്ടതും അതുപോലെ ഉപ്പ് മീൻ, അങ്ങനെയുള്ള ഉപ്പ് കൂടുതലായിട്ടുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ ഷുഗർ, പഞ്ചസാര, മധുര പലഹാരങ്ങൾ, അങ്ങനെയുള്ള അത് തന്നെ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തൊക്കെ എടുക്കുന്നതാണ് നമുക്ക് ഈ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ബേക്കറി ഐറ്റംസ് നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഷുഗർ കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഇപ്പോഴത്തെ വേറൊരു പ്രശ്നം എന്താണ്, ഈ പ്രോസസ്ഡ് ഫുഡ്. നമ്മൾ ടിൻ ഫുഡ് ഇഷ്ടംപോലെ, നമ്മളിപ്പോൾ ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നവരുടെയൊക്കെ ആശ്രയം ടിൻ ഫുഡാണല്ലോ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. അവിടെ കുറേ കൂടെ റിച്ച് ഫുഡാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒത്തിരി ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട് അത് അങ്ങനെ ഒത്തിരി പ്രിസർവേറ്റീവ്സും കളറും ഒക്കെ ചേർത്ത് കിട്ടുന്നത് എല്ലാം ഈ കിഡ്നിക്ക് ലിവറിനൊക്കെ ദൂഷ്യം ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോസസ്ഡ് ഫുഡ് അധികം കഴിക്കാതിരിക്കുക കേട്ടോ. അതുപോലെ ഉപ്പ്, പഞ്ചസാര, പ്രോസസ്ഡ് ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഓക്കെ. നമ്മൾ ഈ വറുത്ത എണ്ണയിൽ തന്നെ വറുത്തെടുത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വറുത്ത ചിക്കൻ, പൊരിച്ച ചിക്കൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കൊടുത്ത് ശീലിക്കരുത്. അമ്മമാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത ഒരു ഇങ്ങനെ നമുക്കിത് വരാതിരിക്കാനുള്ളത് വേറൊരു നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ, ധാരാളം വെള്ളം കുടിക്കണം. ഒരു 8 ഗ്ലാസ് തുടങ്ങി 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്നാണ് പണ്ട് മുതലേ പറയുന്നത്. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഏത് ഡോക്ടർമാരും പറയുന്നതാണ് നമ്മുടെ അടുത്ത് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടക്കുന്നതിന് വെള്ളം ആവശ്യമാണ്. ലൂബ്രിക്കേഷൻ കിട്ടുന്നതിന് എല്ലാത്തിനും വെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും 8 തുടങ്ങി 10 ഗ്ലാസ് വരെ വെള്ളം നിങ്ങൾ കുടിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലേ, പ്രത്യേകിച്ച് യൂത്തിനൊക്കെ ഒരു ധാരണ ശരീര ഷേപ്പാവുന്നതിനും അതുപോലെ തന്നെ തടി കുറയ്ക്കുന്നതിനും ഒക്കെയാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കണം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഇന്നർ ഓർഗൻസിന്, അത് കിഡ്നി, ലിവർ, അതുപോലെ ഇന്നർ ഓർഗൻസിനെല്ലാം പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. വേറൊന്നിനല്ല, നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും. മനസ്സിലായ? ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഓക്സിജൻ്റെ സഞ്ചാരം കൂടും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഒത്തിരിയും രോഗങ്ങൾക്ക് ഇതിനൊരു കാരണമായി തീരാറുണ്ട്. ബ്ലഡ് ഫ്ലോ കുറയുന്നതും ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതും എല്ലാം ഇതിനൊരു കാരണം. പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് മസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് നടക്കെങ്കിലും ചെയ്യുക. അതാണ് പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ പുകവലിക്കുന്നവർ തീർച്ചയായിട്ടും ആ ശീലം നിങ്ങൾ നിർത്തണം. നമ്മൾ ബ്ലഡ് ഫ്ലോ കുറയും പുകവലിക്കുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കണേ, നമ്മുടെ എല്ലാ ഫങ്ഷൻ, കിഡ്നിയുടെയും ലിവറിൻ്റെയും അങ്ങനെ ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെ എല്ലാ ഫങ്ഷൻസിനും മന്ദഗതിയിലാവും. അതുകൊണ്ട് പുകവലിക്കുന്നവർ തീർച്ചയായിട്ടും പുകവലി കുറയ്ക്കണം. പിന്നെ അടുത്തത് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഫുഡിലൊക്കെ ചേർക്കണ കളറുണ്ടല്ലോ, അങ്ങനെ കളറ് ചേർത്ത ഫുഡുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കണം.
അത് വാങ്ങി ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ റെഗുലറായിട്ട് ഇങ്ങനെ സോഡ കുടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ചിലവർക്ക്, അതും പ്രശ്നമാണ്. പിന്നെ ബ്രെഡ്, പ്രത്യേകിച്ച് മൈദ ബ്രെഡൊക്കെ അതും ഒരു വിഷയമാണ് കേട്ടോ. ബ്രെഡ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത്, വീറ്റ് ബ്രെഡ് വലിയ കുഴപ്പമില്ല, മൈദ ഒക്കെ ഇട്ട ബ്രെഡ് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഇനി കുഞ്ഞു മക്കൾക്ക് അമ്മമാർ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ യൂത്ത് കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഈ വക അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ലിവർ സംബന്ധമായ അസുഖങ്ങൾ, വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ കുറയുന്നതിന് നമ്മൾ ഈ പറഞ്ഞ ഫുഡുകൾ പിള്ളേർക്ക് കൊടുത്ത് ശീലിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഫുഡിൽ ശ്രദ്ധിക്കാനുള്ളത് പൊട്ടാസ്യം റിച്ച് ഫുഡ് തിരഞ്ഞെടുത്ത് കഴിക്കണം കേട്ടോ. പിന്നെ അതിലുപരി കാൽസ്യം റിച്ച് ഫുഡ് നമ്മൾ കഴിക്കണം. കാൽസ്യം എന്ന് പറയുമ്പോൾ പാലുൽപ്പന്നങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാലിഷ്ടമില്ലെങ്കിൽ തൈര് കഴിക്കാം, ചീസ് കഴിക്കാം, പാലുൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് ശീലമാക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വെജിറ്റബിൾ ജ്യൂസ്, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ അങ്ങനെയൊക്കെ വെജിറ്റബിൾ നമ്മൾ വേവിക്കാണ്ട് വെജിറ്റബിൾ ജ്യൂസ് നല്ലതാണ് കേട്ടോ. അതിൽ ബീട്രൂട്ടിൻ്റെ ഒരു കാര്യം, കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ബീട്രൂട്ട് ജ്യൂസ് കഴിക്കണ്ട. ഇപ്പം നിങ്ങൾ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാം കേട്ടോ. പിന്നെ അതുപോലെ ലെമൺ ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ് അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ രാവിലെ ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുമല്ലോ, അത് വളരെ നല്ലതാണ്. ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും ഒക്കെ പാലൊഴിക്കാതെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മിക്കവാറും പാലൊഴിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അത് നമ്മൾ നിർത്തേണ്ട സമയമായി കേട്ടോ. പ്രത്യേകിച്ച് പുറത്തുനിന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇനി നമ്മുടെ കൂടെ പങ്കായിട്ട് കുറേ പാലും കൂടെ ഒഴിച്ച് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബ്ലാക്ക് ടീ ആക്കാൻ ശ്രമിക്കണം. പാലൊഴിച്ച പിന്നെ ചായ കുടിക്കുന്നവർക്ക് ഒന്ന് ശ്രമിച്ചാൽ അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പപ്പായ നല്ലതാണെന്നാണ് പറയണേ. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും ലിവർ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും എല്ലാം പപ്പായ വളരെ നല്ലതാണ് കഴിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിവിപ്പഴം, ആപ്രിക്കോട്ട്, ആപ്പിള്, ഓറഞ്ച് അങ്ങനെ തുടങ്ങി അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ ആഹാരത്തിലുണ്ടല്ലോ മഞ്ഞൾ കൂടുതലിട്ട് കഴിക്കണേ. മഞ്ഞൾ എല്ലാത്തിനും നല്ല, പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് മഞ്ഞൾ നമ്മൾ കൂടുതലിട്ട് കഴിക്കണമെന്ന്. മഞ്ഞൾ നല്ലതാണ്. ഫിഷ് ധാരാളം കഴിക്കണം. അതുപോലെ മീറ്റ് കഴിക്കണവർക്ക് മീറ്റ് കഴിക്കാം. ഇതെല്ലാം നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും നല്ല ഭക്ഷണങ്ങളാണ് ഞാനീ പറഞ്ഞത്. മെയിനായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഈ വാങ്ങി കഴിക്കുന്നത് കുറയ്ക്കുക. അതാണ് എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നവംബർ 28 എൻ്റെ പിറന്നാളായിരുന്നു. ഒത്തിരിയും പേര് എനിക്ക് വിഷ് ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, എന്നെ സ്നേഹിക്കും. നിങ്ങൾക്കൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ അറിയുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. പിന്നെ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.